കാരുണ്യം അങ്ങോട്ട് പോയപ്പോൾ തീർന്നു അവിടുത്തെ അവസ്ഥ. ഇപ്പൊ നമുക്കുള്ള കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോലത്തിൽ, ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ വീടും നമ്മുടെ നാടും ഒക്കെ റാഹത്തായിട്ട് പോകുന്നത്. ചെറിയൊരു അദാബ് അല്ല കാരുണ്യം എടുത്തു കളഞ്ഞ എന്തായിരിക്കും അവസ്ഥ? നഅൂദുബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. 40 ദിവസത്തേക്ക് അല്ല തിരിഞ്ഞു നോക്കൂല. യുവാക്കളെ 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 യുവതികളെ ഇന്ന് പെണ്ണുങ്ങൾ അടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് പണ്ടൊക്കെ ഒരു നാണക്കട, ഇപ്പൊ അതൊന്നുമല്ല. ഇപ്പൊ സംഭവം ഔത്തുങ്ങളും അടിക്കാൻ തുടങ്ങിയ. തൊടുപുഴയിൽ അടുത്ത സമയത്ത് പ്രസംഗിക്കാൻ പോയി വിനീതൻ. അവിടെ പ്രസംഗിക്കാൻ പോയപ്പോ അവിടെ ഫ്ലാഷ് എന്ന് പറയുന്ന സായാഹ്ന പത്രമുണ്ട്. ആ പത്രത്തിൽ വന്നതാണ് താത്താമാര് ഫുൾ കൈ ചുരിദാർ മഫ്ത ബ്രാൻഡി കുപ്പി വലിച്ചെറിയുന്ന ഫോട്ടോ എന്നിങ്ങനെയാണ്. അന്വേഷിച്ചപ്പോ തൊടുപുഴയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടെ ഹോസ്റ്റലില് ഒരാള് സ്ഥിരമായിട്ട് ഈ കടയുടെ ബാക്കില് കുറെ കുപ്പി ഇങ്ങനെ കിടക്കുന്നു. ഇത് ഒരാൾ വാച്ച് ചെയ്ത് നോക്കി നിന്നു. അങ്ങനെ നിന്നപ്പോ ഹോസ്റ്റലിൽ നിന്ന് താമസിച്ച് രാവിലെ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ വന്ന് വലിച്ചെറിയാണ്. രാത്രി കുടിച്ചത് പകല് പോകുന്ന കോളേജിൽ പോകുന്ന വഴിക്ക് എടുത്ത് വലിച്ചെറിയുകയാണ്. ഇത് 2 ദിവസം അയാൾ വീക്ഷിച്ചു. 3-ാമത്തെ ദിവസം ക്യാമറയിലൂടെ ഒപ്പിയെടുത്തപ്പോ നമ്മുടെ താത്താമാർ പത്രത്തിൽ വന്നപ്പോ കണ്ണൂര് കാസർഗോഡ് നിന്നുള്ള നമ്മുടെ കാക്കാമാര് വന്നു ഇവിടെ പരിഹാരത്തിന് വേണ്ടി. അവരുടെ മക്കളായിരുന്നു. ഫോട്ടോ തെളിഞ്ഞു വന്നപ്പോ തൊടുപുഴയിൽ പോയി അന്വേഷിച്ചു നോക്ക്, വെറുതെ പറയല്ല. എന്നിട്ട് അവിടുത്തെ 2-3 സംഭവങ്ങളും മൂലമറ്റം പോലുള്ള കോളേജുകളിൽ നടക്കുന്ന മുസ്ലിം പെണ്ണുങ്ങളുടെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഈ വിനീതന്റെ ഹൃദയം പൊട്ടിപ്പോയി. പ്രസംഗിക്കാന്നുള്ളതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാ എന്റെ പൊന്നു പെങ്ങളെ? നിങ്ങളുടെ ഹൈറിന് വേണ്ട നമ്മൾ പറയുന്നത്. നമുക്കൊന്നുമില്ല. കാരണം നമ്മുടെ മക്കളെ നമ്മുടെ പെങ്ങന്മാരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കൊണ്ടുപോയി വലിയ പഠിത്തത്തിന് വേണ്ടിയിട്ട് കണ്ട ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോയി കണ്ടിട്ട് നിർത്തുമ്പോൾ ഒരു സമയമാകുമ്പോഴത്തേക്ക് അവരുടെയൊക്കെ ഫോട്ടോ പലതിലും നമുക്ക് കാണാൻ പറ്റും. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ കണ്ടോ, 2005 നടന്ന സംഭവം 2012 ആയപ്പോ സ്വന്തം ഭർത്താവ് ഇന്റർനെറ്റിലൂടെ സ്വന്തം ഭാര്യയുടെ നഗ്ന ഫോട്ടോ കണ്ടു. കേസ് കൊടുത്തിരിക്കുകയാണ്. എവിടാ? തിരുവനന്തപുരം ജില്ലയിൽ. ഇത് തിരുവനന്തപുരം ജില്ല തന്നെ. ഈ സ്ഥലത്തൊന്നും അല്ല, സ്ഥലപ്പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും വാതിനൊക്കെ പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഈ ദിവസമൊക്കെ വിട്ടുകൊടുക്കണം, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് സംഭവം. ഒരുപാട് സംഭവങ്ങളുണ്ട്. കോളേജിലൊക്കെ പോകുന്ന കോളേജ് കുമാരികൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? കോളേജ് കുമാരികൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഈ പോകുന്ന എന്തിനാണ് ഈ തന്തമാര് ഈ പെൺകുട്ടികൾക്ക് ഈ ക്യാമറ ഉള്ള ഫോൺ വാങ്ങിച്ചു കൊടുക്കണത്? എന്തിനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്? ക്യാമറ ഇല്ലാത്ത ഫോൺ വാങ്ങിച്ചു കൊടുത്തൂടെ? പണ്ട് ലാൻഡ് ഫോൺ ഉള്ള കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് നമ്മുടെ മക്കളൊക്കെ പഠിച്ചല്ലോ. അന്നെങ്ങനെ മനസ്സിലായത്? ഇപ്പൊ പെണ്ണുങ്ങൾ തന്നെ, കൊല്ലത്തെ സംഭവമാണ്, പെണ്ണുങ്ങൾ താമസിക്കുന്ന, സ്ത്രീകൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് പെൺകുട്ടികൾ തന്നെയാണ് ഫോട്ടോ എടുത്ത് കൊടുത്തു വിടുന്നത്. ഈ അടുത്ത സമയത്ത് കൊല്ലത്തൊരു കോളേജിൽ പിടിച്ചു, സ്വകാര്യ കോളേജിൽ. ഈ അടുത്ത സമയത്ത് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും, ഞാനിതൊന്നും പറയേണ്ട കാര്യമില്ല. എത്ര സംഭവങ്ങൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് വളരെ ലജ്ജയുണ്ട് നമ്മുടെ ഉമ്മത്ത് ഇങ്ങനെ പോകുന്നതിന്റെ വിഷയത്തിൽ. കാരണം നമുക്ക് ആഖിറത്തിൽ കുടിക്കേണ്ട മദ്യം, ആഖിറത്തിൽ കളിക്കേണ്ട, ആഖിറത്തിൽ രസിക്കേണ്ട, ആഖിറത്തിൽ സുഖിക്കേണ്ട സുഖം മൊത്തം ഈ ദുനിയാവിന് വേണ്ടി പോകുന്നത് കൊണ്ട് നമുക്ക് മാനസികമായ വിഷമം കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. ഇഷ്ടപ്പെടാത്തത് വല്ലരുണ്ടെങ്കിൽ അങ്ങ് മാപ്പാക്കിയരെ. അപ്പോ എന്റെ സഹോദര സഹോദരി, 40 ദിവസത്തിനകത്ത് മദ്യത്തിൽ നിന്ന് നീ തൗബ ചെയ്ത് മടങ്ങിയില്ല എങ്കിൽ അള്ളാഹു റഹ്മത്ത് ചെയ്യുകയില്ല. വീണ്ടും ആ ഹദീസിന്റെ അടുത്തത്, മൻ ശരിബൽ ഖംറ വസകറ, ആരൊരാൾ മദ്യപിച്ചു മദോന്മത്തനായെങ്കിൽ ലം യഖ്ബലില്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ, അവനിൽ നിന്ന് അല്ലാഹു തആല സുന്നത്തോ ഫർളായ ഒരു അമല് പോലും സ്വീകരിക്കുകയില്ല. ഫൈമാത ഫീഹാ, അതേ അവസ്ഥയിൽ അവൻ മരിച്ചുപോയാൽ കആബിദി വസൻ, അവൻ പ്രതിഷ്ഠയെ ആരാധിച്ചു മരിച്ചുപോയവന് തുല്യനാണ്. വകാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുസ്ഖിയഹു മിൻ തീനത്തിൽ ഖിബാൽ, അല്ലാഹുവിന്റെ മേൽ ബാധ്യതയാണ് ഇവന് തീനത്തുൽ ഖിബാൽ എന്ന് പറയുന്ന ആ ആറ്റിൽ നിന്ന് ഇവന് വെള്ളം ഒഴിപ്പിച്ചു കൊടുക്കൽ. ഖീല, ചോദിക്കപ്പെട്ടു അത്രേ, വമാ തീനത്തുൽ ഖിബാൽ യാ റസൂലല്ലാഹ്, തീനത്തുൽ ഖിബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ എന്ന് സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, ഉസാറത്തു അഹ്ലിൻ നാരി അദ്മു വൽ ഖൈഹു,
നരകവാസിനികളുടെ, നരകയാതന അനുഭവിക്കുന്നവരുടെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന ചീഞ്ചലം, അതിന്റെ ആറ്, ആ ചലവും ആ രക്തവും ഇവർക്ക് കുടിപ്പിക്കപ്പെടും. അതാണ് ദുനിയാവിൽ മദ്യപിച്ചവർക്ക് നാളെ ആഖിറത്തിൽ അള്ളാഹു കൊടുക്കുന്ന വെള്ളം. അള്ളാഹ് കാക്കട്ടെ, അള്ളാഹ് കാക്കട്ടെ. ഓർത്തോ, നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിച്ചോളി. ലാത്തയെ ഉസയെ ആരാധിച്ചിട്ട് മരിച്ചു പോകുന്ന കൂട്ടത്തിൽ പെട്ടുപോകും. പടച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും, നമ്മുടെ മക്കളെയും ചെറുപ്പക്കാരെയൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മദ്യം മാത്രമൊന്നുമല്ല, ഈ ശംഭു, തുളസി, പാൻപരാഗ്, ഇത് കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്. ഇത് കച്ചവടം ചെയ്യുന്ന മുസ്ലിം, അവിടെയാണ് പോയിന്റ്. എങ്ങനെയാ ദുആ? എന്നിട്ട് കച്ചവടം എന്നിട്ട് നിസ്കരിച്ചിട്ട് വന്നിരുന്നു, അല്ലാഹുവേ ബർക്കത്ത് തരണേ പടച്ചവനെ, എന്റെ കച്ചവടത്തിൽ ബർക്കത്ത് തരണേ അല്ലാഹുവേ, ഖൈർ തരണേ അല്ലാഹുവേ. ഇല്ല ഹാജിയാരെ, ഇല്ല ഹാജിയാരെ, പൊന്നു ഹാജിയാരെ, ലോട്ടറി കച്ചവടം നടത്തുകയോ, ശംഭുവിന്റെ കച്ചവടം നടത്തുകയോ, തുളസിയുടെ കച്ചവടം നടത്തുകയോ, അല്ലെങ്കിൽ ഈ മദ്യത്തിന്റെയോ കുപ്പി കച്ചവടം നടത്തുകയോ ചെയ്താലൊന്നും നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കില്ല. കാരണം എന്താ? വയറ്റിനകത്ത് കിടക്കുന്നത് മറ്റേ സാധനമാണ്. ആനമയക്ക് കിടക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ദുആ സ്വീകരിക്കില്ല. എത്ര പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വീകരിക്കില്ല. അതാണ് അനസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ദുആ സ്വീകരിക്കാൻ ഒരേ ഒരു മാനദണ്ഡം, അത്തിബ് കസ്ബക്, കച്ചവടം നന്നാക്കണം. കച്ചവടം സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലായിരിക്കണം. കോടികൾ നിനക്ക് കിട്ടിയേക്കാം, പക്ഷെ അതിൽ ഹറാമിന്റെ അംശം. ഒരാൾ 10 ദിർഹം കൊണ്ട് ഒരു വസ്ത്രം വാങ്ങി എന്നിരിക്കട്ടെ, പക്ഷെ ആ 10 ദിർഹം കൊണ്ട് വാങ്ങിയ ആ വസ്ത്രത്തിൽ ഒരു ദിർഹം ഹറാമിന്റെ ദിർഹം ഉണ്ടെങ്കിൽ ആ വസ്ത്രം ഹറാമാണ്. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുകയില്ല. ആ വസ്ത്രം ആർക്ക് കൊടുക്കുന്നുവോ, ആര് ധരിക്കുന്നുവോ, നിനക്ക് വേണ്ടി ആരാ വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്റെ സ്വന്തം പൊന്നു മക്കളാണെങ്കിൽ പോലും ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഓർത്തുകൊള്ളുക സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തുകളും ദുആയും സ്വീകരിക്കാനുള്ള ഒരേ ഒരു കാരണം അതിബ് കസ്ബക്, നിന്റെ കച്ചവടത്തെ നീ നന്നാക്കിക്കൊള്ളുക. തുജബ് ദഅവതുക്, ഓട്ടോമാറ്റിക്കായി നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമത്രേ. ഒരു വിഷമവും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അല്ലാഹു സ്വീകരിക്കും. അതല്ലാതെ ശംഭു കച്ചവടം ചെയ്തിട്ട് വന്ന് ദുആ ചെയ്താലോ നിസ്കരിച്ചാലോ സ്വീകരിക്കില്ല. വേസ്റ്റ്, വെറുതെ നിസ്കരിക്കാന്നുള്ളതല്ലാതെ വെറുതെ. എത്ര മുസ്ലിങ്ങളുടെ കടയിലുണ്ട്, പറഞ്ഞു കൊടുക്കും നമ്മൾ, പിന്നെ ഇതൊന്നും കച്ചവടം ചെയ്താൽ നമുക്ക് ഇവിടെ ജീവിക്കത്തില്ല. ജീവിച്ചോ, പക്ഷെ ഇവിടെ ജീവിക്കോ, അവിടെ ജീവിക്കാൻ പറ്റൂല. ഈ പറയുന്ന തെറ്റാ, ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്നത്. ഇവിടെ ജീവിക്കാൻ പറ്റൂല എന്നല്ല, അവിടെ ജീവിക്കാൻ പറ്റൂല. അത് അവന്റെ വായി കൊണ്ട് തന്നെ അള്ളാഹ് പറയുകയാണ്. എത്രയോ ഹലാലായ കച്ചവടങ്ങളുണ്ട്. ചെറിയ നിസ്സാരമായ ഗ്യാസ് കിട്ടണം, 2 രൂപ കിട്ടും, 50 പൈസ കിട്ടും, 1.5 രൂപ കിട്ടും. ഇതിനകത്ത് എന്തിന് ഇത് ചെയ്യാൻ പോണത്? എന്നിട്ട് ദുആയോടെ ഉസ്താദ് ദുആ ചെയ്യണം, ഉസ്താദ് ദുആ ചെയ്യണം, മോൾ ആശുപത്രി കിടക്കാം ഉസ്താദ് ദുആ ചെയ്യണം ഉസ്താദ്. നമ്മളിരുന്ന് ദുആ ചെയ്യും, അസുഖം മാറുന്നില്ല. എന്താ കാരണം? അവിടെ പ്രശ്നമാണ്, അവിടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദുആ പെട്ടെന്ന് അങ്ങോട്ട് കബൂലാകാത്തത്. അതല്ലാതെ ആര് ദുആ ചെയ്താലും ആ ദുആ അല്ലാഹ് സ്വീകരിക്കും. ഉസ്താദ് ചെയ്താലും ശരി, നാട്ടുകാരൻ ചെയ്താലും ശരി, ഉമ്മുമ്മ ചെയ്താലും ശരി, ഉപ്പുപ്പ ചെയ്താലും ശരി, ചെറുപ്പക്കാരൻ ചെയ്താലും ശരി, ചെറുപ്പക്കാരി ചെയ്താലും ശരി, കച്ചവടക്കാരൻ ചെയ്താലും ശരി, തൊഴിലാളി ചെയ്താലും, ചുമട്ട് തൊഴിലാളി ചെയ്താലും, തെങ്ങ കയറുന്നവൻ ചെയ്താലും, ഓട വൃത്തിയാക്കുന്നവൻ ചെയ്താലും, ആര് ദുആ ചെയ്താലും ആ ദുആ സ്വീകരിക്കും. നമ്മുടെ ധാരണയാണ് ഉസ്താദന്മാര് ദുആ ചെയ്താലേ സ്വീകരിക്കുള്ളൂ, വേറെ ആരും ദുആ ചെയ്താൽ സ്വീകരിക്കൂല. നമ്മുടെ ധാരണയാണ് ആര് ദുആ ചെയ്താലും ആ ദുആ സ്വീകരിക്കും. പക്ഷെ സ്വീകരിക്കാതെ വന്നാൽ ഒന്ന് മനസ്സിലാക്കണം, എന്തോ സംതിങ് പ്രോബ്ലം. വീട്ടിലെ പെണ്ണുങ്ങൾ ദുആ ചെയ്ത് സ്വീകരിക്കുന്നില്ല. എന്താ കാരണം? എല്ലാം പണയം വെച്ചേക്ക്, ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചേക്കല്ലേ. ഉസ്താദ് പലിശ ഞങ്ങൾ വാങ്ങിക്കുന്നില്ലല്ലോ, അത് അങ്ങോട്ട് കൊടുക്കുന്നില്ലേ മോളെ, അത് കുഴപ്പമാണോ? അതല്ലേ കുഴപ്പമുള്ളൂ. ഈ അങ്ങോട്ട് കൊടുക്കുന്നതും കുഴപ്പമാണ്. നമ്മൾ ധരിക്കുന്നത് എന്താ, ഈ പണയം വെക്കുന്നത് കുഴപ്പമില്ല എന്നാണ്. അവിടെയാ പ്രശ്നം. പോയി അവിടെ നീ ഈമാൻ നഷ്ടപ്പെടുകയാണല്ലോ. ലഅനല്ലാഹു ആകിലർ റിബാ വമൂകിലഹു വകാതിബഹു വശാഹിദഹു ഖാല ثم قال هم سواء ഔ കമാ ഖാല അലൈഹിസ്സലാം. അല്ലാഹു പലിശയെ നിരോധിച്ചു. ആകിലഹു ഐ ആഖിദഹു, അത് വാങ്ങുന്നവൻ, വമൂകിലഹു ഐ മുഅ്തിഹി, കൊടുക്കുന്നവർ.
കൊടുക്കുന്നവരെയും ശപിച്ചു. ആരാ കൊടുക്കുന്നത്? സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് താത്ത 10 മണിക്ക് പർദ്ദ ഇട്ടുകൊണ്ട് തന്നെ മോതിരം കൊണ്ട് ബാങ്കിൽ വെച്ചിട്ട് നേരെ SAT ഹോസ്പിറ്റലിലേക്ക് മോളെയും കൊണ്ടുപോയി 2000 രൂപയ്ക്ക് പണയപ്പെടുത്തിയിട്ട് കൊണ്ടുപോയി. എന്റെ പൊന്നു പെങ്ങള്, നീ ആ മോതിരം തിരിച്ചെടുക്കുമ്പോ 2200, 2100, 2001 രൂപയോ ആ ബാങ്കിൽ കൊടുത്താൽ എന്റെ പൊന്നു പെങ്ങളെ, നീ ചെയ്തത് ഹറാം ഹറാം ഹറാം. എങ്ങനെ ദുആ ചെയ്താലാണ് നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുക? രക്ഷയില്ല, പോയി ചുമ്മാ ദുആ. പാവം താത്ത തഹജ്ജുദൊക്കെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കും. പക്ഷേ ഇക്കായ്ക്ക് ഗൾഫിൽ ഇക്കാമ കിട്ടിയിട്ടില്ല. ഇക്ക കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവാ. താത്ത കരച്ചിൽ ഇവിടൊക്കെ ദുആ കൊണ്ടൊക്കെ ചെയ്യും. എന്താന്ന് അന്വേഷിച്ചപ്പോ ഇക്ക ഗൾഫിൽ പോയപ്പോ എല്ലാം പണയപ്പെടുത്തിയിട്ടാ പോയത്. ബാങ്കിൽ ഇരിക്കുക, പലിശയുടെ മേൽ കയറിക്കൊണ്ടിരിക്കുക. എങ്ങനെ ദുആ സ്വീകരിക്കും? പലിശ കൊടുക്കല്ലേ? അങ്ങോട്ട് ഒരു കൂസലും ഇല്ലാതെയാ പണയം വെക്കാൻ പോണത്. ഒരു കൂസലും ഇല്ല പണയം വെക്കാൻ പോവാ. ചെറിയൊരു വിഷയം വരുമ്പോ ഒരു പണയം വെക്കാൻ പോവാ. പണയം ഹറാമല്ല, പക്ഷെ ആ പണയത്തിന്റെ പേരിൽ അധികമായി പൈസ കൊടുക്കൽ ഹറാം. പണയം ഹറാമല്ല. നിങ്ങൾക്ക് ഈ പണം ഇസ്ലാമിക് ബാങ്കിലോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ ആരെങ്കിലും ഒക്കെ ഒരു വള കൊണ്ടുവച്ചിട്ട് 2000, 3000, 10000 രൂപ മേടിച്ചോ. പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോഴും കറക്റ്റ് 10000 തന്നെ കൊടുക്കണം. 1001 കൊടുക്കാൻ പാടില്ല. കൊടുത്താ പോയി. ഇനി ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കാം. ഒരാളെ സഹായിച്ചു, അവൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് 10001 വേണം അല്ലെങ്കിൽ 10500 വേണം. ഇല്ല, അത് ആഗ്രഹിക്കാതെ ഒരാള് പടച്ചവനെ എന്റെ വിഷമഘട്ടത്തിൽ എന്നെ സഹായിച്ചവനാണല്ലോ, അൽഹംദുലില്ലാഹ്, ഒരു 500 രൂപ അവന് ഹദിയ എന്റെ വകയായിട്ട് ഞാൻ കൊടുക്കുന്നു. അത് ജായിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബു സംഹൽ ബൈഇ വസംഹൽ ശിറാഇ വസംഹൽ ഖളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടം ചെയ്യുമ്പോഴും കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും കടമിടപാടുകൾ പൂർത്തിയാക്കുമ്പോഴും അല്പം മാന്യത പുലർത്തിക്കൊണ്ട് അധികം കൊടുക്കുന്നതിന് അല്ലാഹുക്ക് ഇഷ്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ കടം തന്നു. ഒരു പാവപ്പെട്ട സഹോദരൻ ആ കച്ചവടത്തിന് വേണ്ടി വെച്ചിരുന്നതാ. നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞപ്പോ അയാൾ എന്ത് ചെയ്ത് എടുത്തു തന്നു. ഒരു 50,000 രൂപ തന്നു. നമ്മുടെ ആവശ്യം എല്ലാം കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, പണം വന്നു. ഇക്കാടെ പൈസ ഗൾഫിൽ നിന്ന് വന്നു, നമ്മൾ തിരിച്ചു കൊടുത്തു. പക്ഷെ അത്രയും സമയം അയാൾ കച്ചവടം ചെയ്ത് കാശ് ഉണ്ടാക്കിയേനെ, ഒരു 12,000 രൂപ ഉണ്ടാക്കിയേനെ. പക്ഷെ അത് ഉണ്ടാക്കാൻ നമുക്ക് തന്നു. ഒരു മാന്യത എന്ന നിലയിൽ ഒരു 500 രൂപയും കൂടെ അധികത്തിൽ ഇക്ക, ഇത് ഒന്നുമല്ല മറ്റൊന്നും കരുതി ചെയ്ത് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഒരു മാന്യത എന്ന നിലയിൽ നിനക്കങ്ങനെ ചെയ്യൽ അത് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. സാധനം വാങ്ങാൻ കടയിലേക്ക് പോയി. സാധനം വാങ്ങി 1 മീറ്റർ തുണി കറക്റ്റ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഡെസ്കിന്റെ പുറത്ത്. അത് കറക്റ്റ് നോക്കി അളന്നേ തരുള്ളൂ. ഒരല്പം ഒരു ഇച്ചിരി കൂടെ മുന്നോട്ട് അത് മോലാളി വഴക്ക് പറയും. ഒരു കടയിൽ കയറി കാപ്പി കുടിച്ച് 101 രൂപ ആയി. 1 രൂപ കുറയ്ക്കാൻ തയ്യാറായില്ല. ചില്ലറയില്ലായിരുന്നു. 200 രൂപ കൊടുത്ത് 99 രൂപ തിരിച്ചു തന്ന്. എന്റെ പടച്ചവന്, കറക്റ്റ് അങ്ങനെയാണ്. അത് മോലാളി ശരിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംഹൽ ബൈഅ സംഹൽ ശിറാ. വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും അതിൽ ഇത്തിരി മാന്യത കാണിക്ക്, ഇത്തിരി ഉദാരത കാണിക്ക്, അല്പം കൂടെ അധികത്തിൽ കൊടു. ഇത് അല്ലാഹുക്ക് ഇഷ്ടമാണ്. അത് വേറെ. പക്ഷെ ഒരാൾ ആഗ്രഹിക്കാൻ പാടില്ല. ഇപ്പൊ ചില ഇസ്ലാമിക് ബാങ്ക് ഞങ്ങളിവിടെ പൈസ കടം കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ട് ആളുകൾ വന്ന് പൈസ കടം വാങ്ങിക്കൊണ്ടു പോകും. തിരിച്ചു വരുമ്പം അവരടുത്ത് പറയും, പിന്നെ നമ്മള് ഈ ബാങ്ക് കൊണ്ടുള്ള ഉദ്ദേശമേ സാധു പെൺകുട്ടികളെയൊക്കെ കെട്ടിച്ചൊക്കെ വിടും, പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ, പിന്നെ നമ്മളൊക്കെ നിങ്ങളെ പോലൊക്കെ സഹായിക്കും. പക്ഷെ ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതിനു വേണ്ടി ചെയ്യാം, പിന്നെ ചെയ്യാതെ ഇരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയാൻ പാടില്ല. ചിലർ അങ്ങനെ പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോ ഇവർക്കൊരു എന്തായാലും കാക്ക പറഞ്ഞില്ല, ഇനി നാളെയും കൊണ്ട് വള കൊണ്ട് വെക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞൊരു 10, 50, 100 രൂപ കൊടുക്കും. അത് തെറ്റ്. ആരും ചോദിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാതെ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ അത് ജായിസ്, അത് അനുവദനീയം. അതല്ല എങ്കിൽ അത് അനുവദനീയമല്ല. അതല്പം അങ്ങോട്ട് ചെയ്യൽ ഒരു രസമാണ്, ഒരു റാഹത്ത്. നബി തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.